ഹലോ നമസ്കാരം, ഗുഡ് ഈവനിങ്. എല്ലാവരും നല്ല രീതിയിൽ ഇന്നത്തെ ദിവസം ചെലവഴിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന ഒരു ടോപ്പിക് അല്ലെങ്കിൽ ഒരു വിഷയം ബ്രേവ്നെസ്സിനെ പറ്റിയാണ്. നമ്മൾ എല്ലാവരും നമ്മളെ ഉപദേശിക്കും, നമ്മൾ ബ്രേവ് ആയിരിക്കണം, നമ്മൾ നല്ല രീതിയിൽ പെർഫോമൻസിൽ നമ്മൾ നല്ലതായിട്ട് പെർഫോം ചെയ്ത് ബ്രേവ്നെസ് കാണിച്ച് നല്ല റിസൾട്ട്സ് കൈവരിക്കണം എന്ന് ഉപദേശിക്കാറുണ്ട്. ഓക്കെ, ബ്രേവ്നെസ് എന്ന് പറയുന്നത് എന്താണ്? അതായത് നമ്മളൊരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ റിയാക്റ്റ് ചെയ്യുന്നത്, നമ്മളുടെ ഭാഗത്ത് നിന്ന് എങ്ങനെയാണ് റിയാക്ഷൻസ് ഉണ്ടാവുന്നത്, അത് ഒരുതരം ബ്രേവ്നെസ് അല്ലയോ? ഫോർ എക്സാമ്പിൾ, ഒരു തെറ്റിദ്ധാരണ മൂലം ഒരു വ്യക്തിയെ ഒത്തിരി പ്രാവശ്യം അക്യൂസ് ചെയ്യുന്നു. ചിലപ്പോൾ ആ വ്യക്തി മനസ്സിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. എന്നാലും ഈ പറയുന്ന വേറെ ആൾക്കാരുടെ തെറ്റിദ്ധാരണ വന്നത് മൂലം ഈ വ്യക്തിയെയാണ് ഒരുപാട് ടോർച്ചർ ചെയ്യുന്നത്. അവിടെ ആരാണ് ബ്രേവ്നെസ് കാണിക്കേണ്ടത്? ഈ നിൽക്കുന്ന വ്യക്തിക്ക് അറിയാം ഇവരിത് ചെയ്തിട്ടില്ല എന്നുള്ളത് നന്നായിട്ട് പ്രൂവനാണ്. എന്നിട്ട് പോലും അവർ മൗനം പാലിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഭീരുത്വം അല്ലയോ? അവിടെയാണ് നമ്മൾ ബ്രേവ്നെസ് കാണിക്കേണ്ടത്. ചിലപ്പോൾ നമുക്ക് ഒരു റിവേഴ്സ് ഇമ്പാക്റ്റ് ഉണ്ടാവാം, എന്നാൽ പോലും നമ്മളുടെ ഒരു ആത്മവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നത് കാണുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആത്മവിശ്വാസം ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുമ്പോൾ നമ്മളുടെ ഭാഗത്ത് എന്ത് റിയാക്ഷനാണ് ഉണ്ടാവുന്നത്? അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അതോ നമ്മൾ മൗനം പാലിച്ച് ഈ പറയുന്ന വ്യക്തിയുടെ കൂടെ, അതായത് ആരോപിക്കുന്ന വ്യക്തിയുടെ കൂടെ ഹാൻഡ് ടു ഹാൻഡ് ചേരുവാണോ ചെയ്യേണ്ടത്? ആലോചിക്കുക. എൻ്റെ കോമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വിലപ്പെട്ടതാണ്. ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ തീർച്ചയായിട്ടും നാളെ വുമൻസ് ഡേ ആണ്. എല്ലാ സ്ത്രീജനങ്ങൾക്കും, ഞാൻ പറയുന്ന സ്ത്രീജനങ്ങൾ മാത്രമല്ല, വുമൻ എന്ന് പറയുമ്പോൾ പുരുഷനും സ്ത്രീയും രണ്ടും ചേർന്നിട്ടുള്ളതാണ് വുമൻ. അതിപ്പം ഒരു കന്യകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവളുടെ മാതാവും പിതാവും ചേർന്നിട്ടുള്ളതാണ് ഒരു വുമൻ. ഭാര്യ എന്ന് പറയുമ്പോൾ ഓഫ്കോഴ്സ് നാച്ചുറലി അവളുടെ ഹസ്ബൻഡ് ആയിരിക്കും അവളുടെ ബെറ്റർ ഹാഫ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിമൻസ് ഡേയുടെ അന്ന് നമ്മൾക്ക് നമ്മളോട് തന്നെ ഒരു ലജ്ജാകരമായിട്ടുള്ള ഒരു രീതിയിൽ പോകാതെ, നമ്മൾ മറ്റുള്ളവരുടെ ആട്രിബ്യൂട്ട്സിനെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യാതെ നമ്മൾ എങ്ങനെയാണ് ആ വ്യക്തിയെ കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്നത്? ആ വ്യക്തിക്ക് നെഗറ്റീവ്സ് ഉണ്ടാവും. ആ നെഗറ്റീവ്സിനെ നമ്മളൊന്ന് ചൂണ്ടിക്കാട്ടി അത് ഹേർട്ട്ഫുൾ അല്ലാത്ത രീതിയിൽ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് നമ്മൾ ആ വ്യക്തിനെ ഒരു സൂയിസൈഡ് ടെൻഡൻസിയിൽ കൊണ്ടുപോകാത്ത വിധത്തിൽ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത്? അതല്ല ഒരാൾ പറയുവാണ്, എനിക്ക് നിങ്ങളുടെ മൂഡ് സ്വിങ്സ് അനുസരിച്ച് എനിക്ക് ചിലവഴിക്കാൻ പറ്റില്ല, എൻ്റെ സമയം ചിലവഴിക്കാൻ പറ്റില്ല. ഓക്കെ, ആക്സെപ്റ്റഡ്. പക്ഷേ ഈ മൂഡ് സ്വിങ്സ് ഉണ്ടാക്കുന്നത് ആരാണ്? ഈ പറയുന്ന വ്യക്തി തന്നെയായിരിക്കും അതിൽ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ അത്തരം മൂഡ് സ്വിങ്സ്, അത്തരം വല്ലാത്ത വിഷമങ്ങൾ ഉണ്ടാക്കാത്ത വിധത്തിൽ നമ്മളെ തന്നെ